മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണം വിശുദ്ധ അമ്മയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ അമ്മ ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകളിലേക്ക് അമ്മയുടെ മധ്യസ്ഥത നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ ഒത്തിരിയേറെ നാമൊക്കെ സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം നമ്മുടെ കരം പിടിക്കാനായിട്ട് സ്വർഗം ഒരമ്മയെ തന്ന ദിവസമായത്. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജനനം എങ്ങനെയായിരുന്നുവെന്ന്. അമ്മയുടെ മാതാപിതാക്കളായ യോവാക്കിം അന്ന ദമ്പതികളുടെ പ്രായാധിക്യത്തിൽ ജനിച്ച കുഞ്ഞായിരുന്നു പരിശുദ്ധ അമ്മ. ഒത്തിരിയേറെ പ്രാർത്ഥനകള് ദൈവത്തിനു മുമ്പിൽ ഇവർ നടത്തി. കണ്ണുനീരോടെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്ന ജീവിതങ്ങളായിട്ട് ഇവരുടെ ജീവിതങ്ങൾ മാറി. കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കുഞ്ഞില്ല എന്ന് പറയുന്നത് അത് ദൈവകോപവും ദൈവശാപവും ഏറ്റതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിന്ന് ഇവരെ നോക്കിക്കാണുന്നത് ദൈവകോപവും ദൈവശാപവും ഏറ്റവരായിട്ടാണ്. മറ്റുള്ളവരുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ, മുഖമുയർത്തി അവരെ ഒന്ന് നോക്കാൻ സാധിക്കാതെ മുഖം കുനിച്ച് താഴ്ന്നു നിൽക്കേണ്ടി വരുന്ന നൊമ്പരത്തിന്റെ വഴികളിലൂടെ കടന്നുപോയ ദമ്പതികളാ യോവാക്കിം അന്ന ദമ്പതികള്. അവരുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത സമ്മാനമാണ് പരിശുദ്ധ അമ്മ. അന്നായുടെ അരികിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കും. ആ കുഞ്ഞിന് മേരി എന്ന് പേരിടണം. അവൾ ദൈവത്തിന്റെ മാതാവായിരിക്കും. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് താമസിച്ചത് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ വലുത് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. തുടർന്ന് ദൈവം തന്റെ ദൂതനിലൂടെ നൽകിയ വാഗ്ദാനം അന്നായില് നിറവേറ്റപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെയൊക്കെ ജീവിതവും പലവിധ സാഹചര്യങ്ങൾ കൊണ്ട്, പലവിധ കാരണങ്ങൾ കൊണ്ട് താഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ചില നാണക്കേടുകൾ നിമിത്തം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതുകൊണ്ട്, കുടുംബത്തിന് ഉയർച്ചയില്ലാത്തതുകൊണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തതുകൊണ്ട്, ജീവിതത്തിന്റെ മറ്റു പല പ്രശ്നങ്ങൾക്ക് നടുവില് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും സാധിക്കാതെ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. നിവർന്നു നിൽക്കാൻ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ദൈവം നിന്റെ മുൻപിൽ ഒരു വഴി തുറക്കും. ദൈവം നിന്റെ മുഖത്തെ ഉയർത്തും. ദൈവം നിന്റെ ജീവിതത്തെ ഉയർത്തും. നിന്റെ ജീവിതത്തിന്റെ ഉയർച്ച കാണുവാനായിട്ട് ദൈവം നിനക്ക് ഒരു ഇടവരുത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇന്ന് നിന്റെ ജീവിതത്തില് നീ ദൈവത്തിനു മുമ്പിൽ ഒത്തിരി ചോദിച്ചിട്ടും, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി കരഞ്ഞിട്ടും, ഒത്തിരി നോമ്പെടുത്തിട്ടും ലഭിക്കാത്ത ചില കാര്യങ്ങളില്ലേ? അനുഗ്രഹം ലഭിക്കാത്തതിന്റെ നൊമ്പരം പേറിയല്ലേ നീ നിൽക്കുക? തിരിച്ചറിഞ്ഞുകൊള്ളുക. നിന്റെ ജീവിതത്തില് ഈ അനുഗ്രഹം കിട്ടാനായിട്ട് താമസിക്കുന്നത് നീ ചോദിച്ചതിൽ കൂടുതൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നീ ചോദിച്ചതിലും കൂടുതൽ ദൈവം നിനക്ക് തരും. നിന്റെ കുടുംബത്തിൽ നീ ചോദിച്ചതിലും കൂടുതൽ ദൈവം തരും. നിന്റെ മക്കൾക്ക് നീ ചോദിച്ചതിലും കൂടുതൽ വിജയം നൽകും. നിന്റെ ജീവിതത്തില് പ്രതിസന്ധികളിൽ നീ ചോദിച്ചതിലും കൂടുതൽ ദൈവം തന്ന് നിന്റെ പ്രതിസന്ധികളെ ദൈവം എടുത്തു മാറ്റും. നീ ആഗ്രഹിക്കാത്തതും ചോദിക്കാത്തതും അതിലേറെ വലിപ്പത്തിൽ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നൽകും. അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് മുഖം കുനിച്ചു നിൽക്കുന്നതില്, ജീവിതം കുനിഞ്ഞു നിൽക്കുന്നതില് നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിന്റെ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്നതിലും ഏറെ ഉയരത്തിലെത്തിക്കും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് വലിയൊരു കരുത്താണ്. നമുക്കറിയാം, ദൈവപിതാവിന്റെ മുമ്പില് കർത്താവ് ഈശോ മിശിഹ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നേക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ഈശോ കുരിശെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കുരിശിന്റെ വഴിയിൽ ഈശോ തളരുന്നുണ്ട്. ഇടവഴിയിൽ അമ്മയെ കണ്ടുമുട്ടുകയാണ്. അമ്മയെ കണ്ടുമുട്ടുമ്പോൾ അമ്മയിലേക്ക് നോക്കുന്ന ഈശോ ശക്തി പ്രാപിക്കുക. പിന്നെ കുരിശിലേക്ക് ഒരു ഓട്ടമാണ്. ആ കുരിശിൽ കിടന്ന്
അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈശോ മരിക്കുമ്പോൾ ഈശോയ്ക്കൊരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി മറ്റാരുമായിരുന്നില്ല, അമ്മയായിരുന്നു. അമ്മ എന്റെ കൂടെയുണ്ടല്ലോ, ഈ അമ്മയാണ് എന്റെ കരുത്ത് എന്ന് തിരിച്ചറിയുന്ന ഈശോ തളർന്നില്ല എന്ന് കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് പോലും തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, ആ കുരിശിലെ മരണം ആഘോഷമാക്കി മാറ്റുന്നത്. കഴിയുമെങ്കിൽ പാനപാത്രം എടുത്തു നീക്കുവാനായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? ജീവിതത്തിന്റെ ചില സങ്കടങ്ങളും വേദനകളും ചില രോഗങ്ങളും എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഈശോ ഒത്തിരി സഹിച്ചു, ഇനിയും ഞാൻ എന്തിനാ ഇത്രമാത്രം സഹിക്കാനായിട്ട് തന്നെ വിട്ടുകൊടുക്കുന്നത്? കർത്താവേ, ഞാൻ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരാറില്ലേ? ഞാൻ ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല, എല്ലാം സഹിച്ചു. പക്ഷെ അപ്രതീക്ഷിതമായ ചിലത് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, ഇത്രയും സഹിച്ചില്ലേ, ഇനിയും സഹിക്കണമോ, എന്തിനാ ഇത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോ ആ കുരിശിന്റെ വഴിയിൽ തളർന്നു പോകാതെ നിൽക്കാൻ അമ്മ ഓടി ഈശോയുടെ അരികിലേക്ക് എത്തുകയാണ്. തിരിച്ചറിഞ്ഞുകൊള്ളുക, എന്തിനീ സഹനമെന്ന് ചോദിക്കുന്ന നിന്റെ അരികിലേക്ക് അമ്മ ഓടിയെത്തുന്നുണ്ട്. കാരണം ഈ സഹനത്തിൽ നീ തളർന്നു പോകരുത്, ഈ സഹനത്തിൽ നീ വീണു പോകരുത്, ഈ സഹനത്തിൽ നീ ഒറ്റയ്ക്കല്ല. സഹനത്തിന്റെ ആഴം കണ്ട പരിശുദ്ധ അമ്മ നിന്റെ കൂടെയുണ്ട്. നീ തകരാതിരിക്കാൻ, തളരാതിരിക്കാൻ അമ്മ ഓടി നിന്റെ ചാര എത്തിയിട്ടുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ സഹനത്തിൽ, ഈ വേദനയിൽ നിന്റെ ശക്തിയായി പരിശുദ്ധ അമ്മ നിന്റെ കൂടെയുണ്ട്. ഈശോ കുരിശിലെ മരണം ആഘോഷമാക്കി മാറ്റിയപ്പോൾ അവിടുത്തെ ഉയർപ്പും ദൈവം ആഘോഷമാക്കി മാറ്റി. ഈ സഹനത്തെ നീ ആവേശത്തോടെ പുൽകിയാൽ നിന്റെ ഈ സഹനം ഒരാനന്ദത്തിന് കാരണമാകും, ഒരാഘോഷത്തിന് കാരണമാകും. അത് തീർച്ചയാണ് എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇന്ന് ഒത്തിരി ദുഃഖം നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കും, ഒത്തിരി വേദന നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കും, ആരുമില്ല, ഒറ്റയ്ക്കാണെന്നുള്ളൊരു വേദന നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. നീ ഒറ്റയ്ക്കല്ല, കാരണം നിന്നെ സ്നേഹിക്കാൻ ഒരമ്മ നിന്റെ അരികിലുണ്ട്. ആ അമ്മയുടെ കരത്തില് നീ ഒന്ന് പിടിച്ചാൽ മതി, ആ അമ്മ നിന്നെ കൈവിടുകയില്ല. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കാം. എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടാൻ താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വലുത് നിനക്കായി ദൈവം കരുതിയിട്ടുണ്ട്. സഹനങ്ങളിൽ, വേദനകളിൽ നീ ഒറ്റയ്ക്കല്ല. സഹനങ്ങളും വേദനകളും ആവേശത്തോടെ പുൽകിയാല് അവിടെ ദൈവം നിന്റെ സഹനത്തെ ആഘോഷമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. സഹനത്തിൽ ശക്തിയായി അമ്മ നിന്റെ കൂടെയുണ്ട്. അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം, അമ്മയെ നമുക്ക് നോക്കാം, അമ്മയെ നമുക്ക് വിളിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണുനീരും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാല് ഇവരുടെ ജീവിത നൊമ്പരങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഇവരൊറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളും നൊമ്പരപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഇവരുടെ ജീവിതത്തെ ഉയർത്തണമേ, ഇവരുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ ആഘോഷമാക്കണമേ, ഇവരുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ നീ മാറ്റണമേ. കൃപ ഇവരിലേക്ക് വർഷിക്കപ്പെടട്ടെ, അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ, ദിവ്യകാരുണ്യത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഇവരെ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരികീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.